ഇത്രയും സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ കുറച്ച് അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. അൺബോക്സിങ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഓൾറെഡി അതെല്ലാം അൺബോക്സ് ചെയ്തായിരുന്നു. കാരണം ഓരോ ദിവസമായിരുന്നു ഓരോന്ന് വന്നത്. പിന്നെ ചിലതൊക്കെ ഓപ്പൺ ബോക്സ് ആയിരുന്നു. സോ അവർ തന്നെ ഓപ്പൺ ബോക്സ് ആയതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്തിട്ടാണ് തന്നത്. സോ അൺബോക്സിങ് വീഡിയോ എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങി അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരുന്നു, അത്രയേ ഉള്ളൂ. സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, ഞാൻ ഫസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ വന്നതാണ് കേട്ടോ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഓക്കെ, ഇത് ആക്ച്വലി നമ്മൾ മുടി കേൾ ചെയ്യുന്ന സംഭവമാണ്. ഇത് എനിക്ക് തോന്നുന്നു ഗേൾസിന് ഇത് കാണുമ്പോൾ എന്താണെന്ന് എന്തായാലും മനസ്സിലാവും. ഇത് ഞാൻ പിങ്കാണ് ഓർഡർ ചെയ്തത്, പക്ഷെ അവരെനിക്ക് തന്നത് ബ്ലാക്കും അതിനൊട്ടും മാച്ച് അല്ലാത്ത വൈറ്റ് ക്ലിപ്പുമാണ് തന്നത്. പക്ഷെ നമുക്ക് എന്തായാലും കാര്യം നടന്നാൽ പോരെ, അതുകൊണ്ട് ഞാൻ റിട്ടേൺ ഒന്നും അടിച്ചില്ല. എനിക്കിത് അത്യാവശ്യമായിരുന്നു, കാരണം എപ്പോഴും നമ്മൾ ഹീറ്റ് കളർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുടിക്കത് ദോഷമാണ്. ഒന്നാമത് എൻ്റെ മുടി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ ഇത്രയും സ്ട്രൈറ്റ് ഹെയറും ഇവിടെ ഇങ്ങനെ എൻ്റെ നാച്ചുറലായിട്ടുള്ള മുടിയും വന്ന് തുടങ്ങി. സോ എനിക്ക് ഹീറ്റ് ചെയ്യാനിപ്പോൾ സത്യം പറഞ്ഞാൽ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. കാരണം എനിക്ക് ഈ താഴെ ഭാഗത്തേക്ക് ചുരുണ്ട് കിടക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചത് 160 റുപ്പീസിനാണ്. ആക്ച്വലി മീഷോയിൽ ഒത്തിരി റേറ്റിൽ അവൈലബിൾ ആണ്. 140, 143, 130, 120 റേറ്റിലൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ 160 റിവ്യൂ ഉള്ളത് നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. പക്ഷേ അവരെനിക്ക് പിങ്ക് തരാതെ ബ്ലാക്ക് തന്നു. പക്ഷെ പ്രശ്നമില്ല, ക്ലിപ്പ് ഒട്ടും മാച്ച് ഇല്ലാത്തതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഗേൾസിന് അല്ലെങ്കിൽ ലേഡീസിന് ഇത് മസ്റ്റ് ബൈ ആണെന്ന് ഞാൻ പറയുന്നു. കാരണം മുടിയൊക്കെ എപ്പോഴും ഹീറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും. ഇത് ലൈക്ക് നമ്മൾ വാങ്ങുന്നവരെ എനിക്ക് തോന്നുന്നു സെറ്റിംഗ് സ്പ്രേ യൂസും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങുക. കാരണം ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഹെയർ പഴയ രീതിയിലാവും. സോ അതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. സോ നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതെനിക്ക് വേർത്താണെന്ന് ഞാൻ പറയുന്നു, കാരണം ഇതെനിക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സോ ഇതെന്താണെന്ന് അറിയാം. ഇത് റിങ്സ് ആണ് കേട്ടോ. നല്ല പാക്കിംഗ് ഒക്കെ അത്യാവശ്യം നല്ല പാക്കിംഗ് ആണ് കേട്ടോ. ക്യാമറ എവിടെയായിരുന്നു? ഇത് ഞാൻ റിങ്സ് ഞാൻ വാങ്ങിച്ചത് 267 റുപ്പീസിനാണ്. 10 റിങ്സ് ആണ് കേട്ടോ ഇതിൽ വരുന്നത്. 10 റിങ്സ് ആണ് ഇതിൽ വരുന്നത്. ഇത് ആക്ച്വലി ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ വേർത്ത് ആണെന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. കാരണം റിങ്സ് ഒക്കെ കൂടുതലും യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് വാങ്ങാം കേട്ടോ. ഇതൊന്ന് 10 എണ്ണം ഉണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് യൂസ്ലെസ് ആണ്. ഇത് പെയർ ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഉള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ. എനിക്ക് ഈ സെറ്റിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു റിംഗ് ആണ് കേട്ടോ. നമ്മൾ ഒത്തിരി റിങ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോ ഫോർ ദിസ് എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം അടിപൊളി എന്ന് വെച്ചാൽ ഈ ഒരു റേറ്റിന് ഞാൻ പൊതുവേ വെസ്റ്റ് സൈഡിലും സ്റ്റുഡിയോയിലൊക്കെ പോകുമ്പോഴത്തേക്ക് 200-300 കൊടുത്ത് ഞാൻ സ്ഥിരം റിങ്സ് വാങ്ങുന്ന ഒരാളാണ്. അത് കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു കളറൊക്കെ പോയി ആകെ വൃത്തികേടാവുന്ന ഒരു സംഭവമാണ്. സോ ഇത് ആക്ച്വലി കുഴപ്പമില്ല, നമുക്ക് മാറി മാറി യൂസ് ചെയ്യാം. ഇത് ആക്ച്വലി കൊള്ളാം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഉള്ളതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സെയിം അതാ ഞാൻ ഇടാത്തത്. കണ്ടു ഗൈസ്, ഇതിൻ്റെ റേറ്റ് 267 ആണ്. ഇത് ആക്ച്വലി വേർത്ത് അല്ലേ 267-ന് ഒരു 10 എണ്ണം 1 2 3 4 5 6 7 8 9 10 എണ്ണമാണ്. ഇത് ആക്ച്വലി വേർത്താണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, 267 രൂപയ്ക്ക് അതും മിന്ത്ര നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങാൻ കേട്ടോ. ഞാൻ
ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എനിക്ക് കൊടുക്കാൻ അറിയുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്നാലും ട്രൈ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലിങ്ക് കൊടുക്കാനായിട്ട് കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ ഓപ്പൺ ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. തട്ടിപ്പൊളി എന്ന് പറഞ്ഞാൽ എനിക്ക് തവണ വാങ്ങിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ ഒരു ബാഗ്. ഇതെന്നാ ലുക്ക് എന്നറിയോ, നമ്മളിത് സൈഡ് ബാഗാണ്, ബ്ലാക്ക് കളറാണ് കേട്ടോ കാണുന്നത്. ഇതിൽ ഈ ഒരു ചെയിൻ വരുന്നതാണ് ആക്ച്വലി ഇതിൻ്റെ ആ ഒരു ഭംഗി കൂട്ടുന്നത്. ശരിക്കും ഞാൻ ഈ ഒരു ചെയിൻ കണ്ടിട്ടാണ് ആക്ച്വലി ഞാനിത് വാങ്ങുന്നത്. ഇത് ആക്ച്വലി വേർത്താണ്. ഇത് ഞാൻ വാങ്ങിയ ടൈമിൽ 689 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ജസ്റ്റ് എൻ്റെ റേറ്റ് ഇത്രയും നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 5557, അതായത് 557 റുപ്പീസിന്. ആ റേറ്റിന് ഇത് ആക്ച്വലി വേർത്താണ്. ഇതിൽ ചെറിയൊരു ഡിസൈൻ അതിൽ നമ്മൾ ആ ഫോട്ടോയിൽ നമ്മൾ കാണുമ്പോഴത്തേക്ക് ലൈക്ക് ഒരുമാതിരത്തെ ഒരു നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഇത് കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ചെയിനാണ് ആക്ച്വലി എനിക്ക് ഏറ്റവും കൂടുതൽ. ആ ഫോട്ടോ ഞാൻ എടുത്തതും ചെയിൻ കാരണമാണ്. പക്ഷേ ഇതിൻ്റെ ആ ഒരു സൈഡിൽ കൊടുത്തേക്കണ ഡീറ്റെയിലിംഗ് ഒക്കെ ആയാലും അടിപൊളി. ബാക്ക് സൈഡിലും ഉണ്ട് കേട്ടോ ആ പ്രിന്റ്. ഇതിൽ റേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളൊരു ബ്ലാക്ക് കളറിലുള്ള ഒരു സൈഡ് ബാഗാണ് നിങ്ങൾ വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് സജസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് 100% ഉറപ്പായിട്ട് വാങ്ങാൻ പറ്റും. കാരണം ഇത് പക്ക നിങ്ങൾ ഏത് ഡ്രസ്സ് ഇട്ടാലും അതിൻ്റെ കൂടെ പക്കായിട്ട് പോകും കേട്ടോ. ശരിക്കും അടിപൊളി. ഇവിടെ നമുക്കൊരു സിബ് ഓപ്പണിങ് വരുന്നുണ്ട്. അകത്ത് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇടാനായിട്ട്. പിന്നെ ഒരു പാർട്ടീഷൻ പോലെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇതിൻ്റെ സിബായാലും ഈ ഒരു റേറ്റിന് ഇത് ആക്ച്വലി നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ഇതിൻ്റെ വേറെ കളേഴ്സും വേറെ പ്രിൻറ്റും പ്ലെയിൻ ബ്ലാക്ക് വരുന്നതൊക്കെ എവരുടെ ഇതിൽ തന്നെ അവൈലബിൾ ആണ് കേട്ടോ. സോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്ക്. മസ്റ്റ് ബൈ ഞാൻ പറയുന്നു. ബ്ലാക്ക് കളർ ബാഗ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, ഒരു സൈഡ് ബാഗ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാം. അടുത്തത് ഞാൻ അങ്ങനെ പൊതുവേ ഹീൽസ് ഒന്നും യൂസ് ചെയ്യാത്ത ഒരാൾ ഹീൽസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതലും ഒരു മീഡിയം ലെവലിൽ വരുന്ന ഹീൽസേ യൂസ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു മീഡിയം ലെവലിലുള്ള ഒരു ഹീൽസിൻ്റെ ഒരു ഷൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ അതാണ് കേട്ടോ. അതും ഞാൻ ശരിക്കും ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ശരിക്കും ആക്ച്വലി ഞാൻ ഓപ്പൺ ചെയ്തതായിരുന്നു. ഞാൻ ഓപ്പൺ ചെയ്തല്ല, അവർ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ബോക്സ് ആയിരുന്നു. ഫോട്ടോ എടുത്തിട്ട് അവർ പോയത്. ഇതും ബ്ലാക്ക് ആയിരുന്നു കേട്ടോ. എന്നല്ല, ബ്ലാക്ക് ആയിരുന്നു. 637 റുപ്പീസിനാണ്. 637 റുപ്പീസിന് എനിക്ക് തോന്നുന്നു ക്വാളിറ്റി വൈസ് ആയാലും നോക്കൂ, ബാക്കിലുള്ള പോർഷൻ ഇവിടെ നമുക്ക് ലെങ്ത് കൂട്ടാനായിട്ടുള്ള ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. 637 റുപ്പീസിന് ഇത് വേർത്താണ്. നിങ്ങളിത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങാൻ കേട്ടോ. ബോക്സ് ചെയ്ത് കാണിച്ചത് ഇത് ഞാൻ അൺബോക്സ് ചെയ്തില്ല കേട്ടോ. ഇതൊരു വൈറ്റ് ഷർട്ടാണ്. കാരണം നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് വൈറ്റ് ഷർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓഫീസ് വെയറിനായാലും എല്ലാവർക്കും ആവശ്യമാണ്. എനിക്കൊരു വൈറ്റ് ഷർട്ട് അത്യാവശ്യമായിരുന്നു. കുറേ നാളായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു വൈറ്റ് ഷർട്ട്. അത് കോട്ടൺ ആണ് കേട്ടോ. കോട്ടൺ ഓർഡർ ചെയ്തത്. പ്യുർ വൈറ്റ് ആണ്. കുറച്ച് ലെങ്ത് ആയിട്ടുള്ളതാണ്. ഞാൻ മീഡിയം സൈസാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് സ്മോൾ സൈസ് ആണ്, പക്ഷേ ഈ ഷർട്ട് സ്മോൾ സൈസ് വാങ്ങുമ്പോഴത്തേക്ക് ഒരു ഫിറ്റ്നെസ് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പൊതുവെ മീഡിയം സൈസാണ് വാങ്ങുന്നത്. സോ ഇത് മീഡിയം സൈസാണ് കേട്ടോ. ഇത് ആക്ച്വലി ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ടക്കുണ്ട്. ഇവിടെയും ഈ സൈഡിലുമായിട്ട് ടക്കുണ്ട്. അതുകൊണ്ട് ടക്കെന്നാണോ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞോളാം. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. ടക്കുണ്ട്. അതുപോലെ ഫുൾ സ്ലീവ് ആണ് കേട്ടോ.
ഫുൾ സ്ലീവ് കറക്റ്റ് ഈ ഒരു പോർഷനിലായിട്ടാണ് ഫോട്ടോയിൽ കാണിച്ചിരുന്നത്. ഞാൻ ഫോട്ടോ ഇവിടെ കൊടുത്തേക്ക് നിങ്ങൾക്ക് നോക്കാം. സോ വൈറ്റ് ഷർട്ട് ആക്ച്വലി നമുക്ക് എല്ലാവർക്കും ഒരു വൈറ്റ് ഷർട്ടും ഒരു ബ്ലാക്ക് ഷർട്ടും പൊതുവേ എല്ലാവർക്കും കാണും. എനിക്ക് ബ്ലാക്ക് ഒത്തിരി ഉണ്ട്, പക്ഷെ വൈറ്റ് ഇല്ല. ഇതിൻ്റെ റേറ്റ് 453 453 എനിക്ക് തോന്നുന്നു ബർത്താണ്. കാരണം ഞാൻ ഒരുപാട് കടയിലൊക്കെ പോയി നോക്കിയപ്പോഴത്തേക്കൊന്നും എനിക്ക് വൈറ്റ് ഷർട്ട് അത്ര ഇഷ്ടമായില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആമസോണിൽ ഓർഡർ ചെയ്തത്. ഇതിന് മുമ്പ് ഞാൻ ഒന്ന് വാങ്ങിയായിരുന്നു, അതെനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ തിരിച്ചയച്ചു. പക്ഷേ ഇത് കൊള്ളാം കേട്ടോ. ഇതിൻ്റെ ആ ഒരു ടക്ക് പോർഷൻ ഇവിടെ വരുന്നതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ കുറച്ച് വലിയ സൈസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഫിറ്റായിട്ട് ഇരിക്കത്തുമില്ല, പക്ഷേ നമുക്ക് അത്ര ലൂസും ആവത്തില്ല, ഒരു മീഡിയം റേഞ്ചിൽ നിന്നോളാം. അപ്പോൾ സ്മാൾ സൈസ് ഉള്ളവർ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഷർട്ട്സൊക്കെ എടുക്കുമ്പോൾ ഒരു മീഡിയം സൈസ് എടുക്കാം. അതെൻ്റെ ഒരു സൈഡിൽ നിന്ന് ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം. സോ ഞാനിങ്ങനെയാണ് എടുക്കുന്നത്. സോ നെക്സ്റ്റ് വന്നിട്ട് ഒരു സൺഗ്ലാസ് ആണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വാങ്ങിയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ഞാൻ ഒത്തിരി റിവ്യൂസും എല്ലാം നോക്കിയിട്ട് മാത്രം വാങ്ങിയ പ്രോഡക്റ്റ്സാണ് ഇതെല്ലാം. സോ എനിക്ക് തോന്നുന്നു എനിക്ക് എല്ലാം ഇഷ്ടമായി. ഒന്നും ഇഷ്ടമാവാതെയൊന്നുമില്ല, ഞാൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നതുമില്ല. കാരണം എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഞാൻ കൊടുത്ത പ്രൈസിന് എനിക്ക് ബെസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സ്പെക്സും അങ്ങനെയായിരുന്നു. ഈ ഒരു ബോക്സിലാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ്. സോ ഇതാണ് ഗ്ലാസ്. ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ നാളെ ഫോട്ടോ എടുക്കാൻ പോകും. അപ്പം ഞാൻ എന്തായാലും സൈറ്റിലായിട്ട് കൊടുത്തേക്കാം, നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് നോക്കാനായിട്ട്. ഞാൻ ഇതാണ് കേട്ടോ, ഇതിൻ്റെ സൈഡിലൊരു സിമ്പലല്ല, ഒരു ടൈഗറോ എന്തോ ആണ്. നോക്കൂ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ. കുറച്ച് പ്രീമിയം ലുക്കിൽ വരുന്ന ഒരു ഗ്ലാസ് തന്നെയാണ്. ഇതിൻ്റെ അകത്തുള്ളതായാലും കുറച്ച് പ്രീമിയം, കുറച്ച് നമ്മുടെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്കിലുള്ള ഒരു സ്പെക്സ് തന്നെയാണിത്. സൺഗ്ലാസ് ആണിത്. നല്ല ലുക്കില്ലേ ഇല്ലേ നിങ്ങൾ പറയൂ. ഇത് 205 205 രൂപയാണ്. UV പ്രൊട്ടക്ഷനൊക്കെ വരുന്നത് തന്നെയാണ്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. കിട്ടിയപ്പോഴേ എനിക്ക് വളരെ ഇഷ്ടമായത്. ഇത് ആക്ച്വലി ഞാൻ വാങ്ങിയത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റീൽസിലിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ വീഡിയോ ഒരാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അപ്പം തന്നെ പോയി അവരിൽ നിന്ന് ലിങ്ക് ചോദിച്ച് വാങ്ങി ഓർഡർ ചെയ്തതാണ്. ഗൈസ്, ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ അപ്പം അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ അതുവരേക്കും ബൈ ടാറ്റാ.